ഇങ്ങനെ തിരിയുന്നോടത്തേക്ക് നമുക്ക് അങ്ങോട്ട് ഒന്ന് കാണാൻ പോലും പറ്റുന്നത് ആ വളവാണിത്. നമ്മൾ ഉപയോഗിക്കുന്ന അണ്ടർ ഗാർമെന്റ്സിന്റെ പരസ്യങ്ങള് അതൊക്കെ ഫുൾ സൈസിലായിട്ടാണ് അവര് വെച്ചിട്ടുണ്ടാവുക. എന്നിട്ട് ഇങ്ങനെ നോക്കിട്ട് വണ്ടി ഓടിച്ച് പോകുമ്പോ ആക്സിഡന്റ് ഉണ്ടാവും. നമ്മളിപ്പോ ഈ ഇലക്ഷന്റെ ഇത് പറഞ്ഞല്ലോ, പോസ്റ്റർ കണ്ടിട്ട് ഇതാവണം. ഈ പോസ്റ്റർ കണ്ടുകൊണ്ടാണ് ആളുകൾ വോട്ട് ചെയ്യാൻ പോകുന്നത്. അത് പറഞ്ഞപ്പോൾ അത് വലിയൊരു വീഴ്ചയാണ് അത് ഗവൺമെന്റിന്റെ. നിയമം ചിലന്തി വലയാണ്. കുഞ്ഞു പ്രാണിയായാൽ കൊടുങ്ങും, വലിയ ജീവിയോ അത് പൊട്ടിച്ചു പോകും. അതാണ് നമ്മുടെ നാട്ടിൽ അതങ്ങനെ വരുള്ളൂ. ഈ ചുറ്റോട് ചുറ്റും കേബിളുകൾ ഒരു ഫോട്ടോ എടുക്കാന്ന് വെച്ചാൽ ഈ ചിലന്തി വല പോലെ കേബിളുകൾ കിടക്കണം. സിസ്റ്റമാറ്റിക് അല്ല ഇവിടുത്തെ കാര്യങ്ങൾ. അതെ, എത്ര പക്ഷികള് പറന്നു പോകുമ്പോ ഒരു ഇതിലടിച്ചിട്ട് കണ്ടിട്ട് ആൾക്കാർ തൂങ്ങിടക്കുന്ന പോലെ തൂങ്ങിടക്കുന്നത്. എത്ര പക്ഷികൾ മാത്രമല്ലെന്ന്, ഇത് ഒരു നാടിന്റെ മൊത്തം ഭംഗി കളയുന്ന സാധനമല്ലേ അല്ലേ? ഈ വടക്കുന്നാഥന്റെ അമ്പലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയല്ലേ. ഈ ഭംഗിയുള്ളിടത്താണ് ഇപ്പൊ ഈ ഐസ്ക്രീമിന്റെ വണ്ടികൾ വന്നിട്ട് നോക്കി എല്ലാവരും ഐസ്ക്രീം വെച്ചോട്ടെ, പക്ഷെ അത് കഴിച്ചിട്ട് അലക്ഷ്യമായിട്ട് വലിച്ചെറിയ. പിന്നുണ്ടെങ്കിൽ അതിന്റെ അടുത്ത് കൊണ്ടുവന്നിടും, എന്നാലും അതിലിടില്ല. അതാണ് മനുഷ്യൻ. അതിലിടുമ്പോ എന്തൊരു നമ്മുടെ ഒരു വില പോയി എന്നുള്ള മൈൻഡാണ്. അതായത് ആൾക്കാർ കഴിച്ചിട്ട് വലിച്ചെറിയുമ്പോ അലസമായിട്ട് അവിടെ തന്നെ ഇട്ടിട്ട് അങ്ങ് പോവാ. അത്രേ ഞാൻ ചെയ്യുള്ളൂ. വേണമെങ്കിൽ അതിന്റെ ആവശ്യമുള്ളൂ. നമുക്ക് ഇത്രയും മതി. പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് വണ്ടിയിൽ കൂടെ പോകുമ്പോ ഒന്ന് തുപ്പാൻ പോലും പറ്റില്ല റോഡിലേക്ക്. ഇവിടെ ആണെങ്കിലോ നമ്മുടെ വീട്ടിൽ ചെയ്യോ അങ്ങനെ? അതല്ലേ മലയാളിക്ക് വൃത്തിയുണ്ട്. അവനവന്റെ വീടൊക്കെ വൃത്തിയാക്കിയിട്ട് അടുത്ത പറമ്പിൽ കൊണ്ടിടും. പരിസരം വൃത്തിയാകണമെന്നില്ലേ, അവനവന്റെ വീട് മാത്രം വൃത്തിയാക്കണം. അപ്പുറം ഇപ്പുറം ഒന്നും വൃത്തിയാവണ്ട. അതാണ് നമ്മുടെ സ്വാർത്ഥം. അതെ അതെ അതെ, ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു പറമ്പ് മേടിച്ചിട്ട് അതില് അരയ്ക്കൊപ്പം 6 അടി എന്ന് വേണമെങ്കിൽ പറയാം ചവറ് നിറഞ്ഞു കിടക്കണം. എല്ലാവരും കൊണ്ടുവന്ന് അതിലിടും. അതിന്റെ ഉടമസ്ഥൻ ഉടമസ്ഥൻ ഗൾഫിലാണ്. അതിൽ പരപണിയാൻ മേടിച്ചിട്ടും അതിലൊക്കെ കെട്ടി. പക്ഷെ എന്താ കാര്യം, അതിൽ ഈ വേസ്റ്റ് കൊണ്ടുവന്നിട്ടാണ് മതിലിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇപ്പൊ യാത്ര ചെയ്യുമ്പോ ഒരു വീടിന്റെ മതിൽ അതുപോലെ അല്ല അടുത്ത വീടിന്റെ മതിൽ തന്നെ എന്തൊക്കെ കാണിച്ചു വെച്ചേക്കണല്ലേ. അല്ല, ഒരു വീട് പണിയാനുള്ള കാശ് മതിലുമ ചെലവാക്കിയവരുണ്ട്. എന്തോരം ഹൈറ്റിലൊക്കെ മതിൽ പണിത് വെച്ചേക്കണേ. എത്ര പാവപ്പെട്ടു, ഒരു പൈസ ഇല്ലാണ്ട് വീട് പണിയാണ്ട് വീടില്ലാതെ വാടകയ്ക്കും ഇതുപോലെ ഒരുപാട് പറമ്പിലൊക്കെ ഇറങ്ങുന്ന ആൾക്കാരുണ്ട്. അവരൊരു പൈസ അവർക്ക് കൊടുക്കണമെങ്കിൽ അവര് വീട് പണിയല്ലേ. അങ്ങോട്ട് ഉള്ളിലേക്ക് കയറുന്ന ഭാഗത്തേക്ക് വലിയ മതിലാ, വിയൂര് ജയിലിന്റെ മതില് പോലെയാ. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോ ഇങ്ങനെ തിരിയുന്നോടത്തേക്ക് നമുക്ക് അങ്ങോട്ട് ഒന്ന് കാണാൻ പോലും പറ്റുന്നത്. ആ വളവാണിത്, വണ്ടം വളവാണ്. അങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോ അപകടം ഉണ്ടാവില്ലേ? അല്ല, ആ വളവിൽ തന്നെയായിരിക്കും പരസ്യ ബോർഡ് വെച്ചിട്ടുണ്ടാവും. മതിലിന്റെ അത് നല്ല മോഡലിന്റെ ഒക്കെ ആണെങ്കിൽ തീർന്ന്. ശ്രദ്ധ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ അവിടെ തീർന്നു. ഫ്ലെക്സ് ബോർഡുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇങ്ങനെ തിരിയണോടത്താണ് ഇത് കൊണ്ടുവന്നിട്ട് വെക്കുക അവര്. നമ്മൾ ഉപയോഗിക്കുന്ന അണ്ടർ ഗാർമെന്റ്സിന്റെ പരസ്യങ്ങള് അതൊക്കെ ഫുൾ സൈസിലായിട്ടാണ് അവര് വെച്ചിട്ടുണ്ടാവുക. എന്നിട്ട് വളരെ വൃത്തിയുടെ ഇങ്ങനെ നോക്കിട്ട് വണ്ടി ഓടിച്ച് പോകുമ്പോ ആക്സിഡന്റ് ഉണ്ടാവും. അല്ല, അതൊക്കെ കണ്ടിട്ടാണ് ആൾക്കാർ പേടിക്കുന്നത്. അല്ല, അതിന്റെ വിചാരമുണ്ട് അവരുടെ സാധനം വേണമെന്നുള്ളൊരു മൈൻഡ് ഉണ്ട്. ഇതൊന്നും ഒരു ആവശ്യമില്ല. ഈ ഡ്രൈവറുടെ ബസിന്റെ ഡ്രൈവറുടെ ശ്രദ്ധ ഒരു സെക്കൻഡ് മാറിയാ മതി. ഓട്ടോ ഒന്ന് പാളിയാ പോരെ. അതും ഈ വളവില് അത് വെച്ചേക്കണ ഫ്ലക്സുകൾ 50 അടി 60 അടിയൊക്കെ ഹൈറ്റില്. നമ്മൾ ഇങ്ങോട്ട് വരുമ്പോഴേ ഒരെണ്ണം കണ്ടു കേട്ടാ. അതായത് പറയാമോ എന്താ എനിക്കറിയില്ല. മുഖ്യമന്ത്രി വികസന മുന്നേറ്റ യാത്ര എന്ന് പറഞ്ഞിട്ട് ഒരു ഫ്ലെക്സ് ഒട്ടിച്ചേക്കുന്നത്. പക്ഷെ ഒന്നല്ല, ഒരെണ്ണം ഒട്ടിച്ചാ മതി. അവിടെ ഒന്നല്ല, ഇങ്ങനെ അടുക്കി 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 ഒരു 100-100 അടുപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതെന്താന്ന് വെച്ചിട്ട് ഇതാണോ വികസനം? വേറെ സ്ഥലത്തേക്ക് പോയിട്ട് ഒട്ടിക്കാനുള്ള നേരം അവിടെ വെച്ചിട്ട് അവരെ പോയി. അങ്ങനെയല്ല, അടുത്ത ജംഗ്ഷനിൽ തന്നെയാണ്. അടുത്ത ജംഗ്ഷനിൽ ഇങ്ങനെ തന്നെയാണ്. പിന്നെ പോസ്റ്റ്, ഇലക്ട്രിക് പോസ്റ്റിന്റെ മുകളിലുണ്ട് കുറെ. അത് പറഞ്ഞപ്പോൾ അത് വലിയൊരു വീഴ്ചയാണ് അത് ഗവൺമെന്റിന്റെ. എന്താ കാര്യം എന്ന് വെച്ചിട്ടാ, ഈ ഇലക്ട്രിക് പോസ്റ്റിന്റെ മുകളിൽ ഒരു നമ്പർ ഉണ്ട്. ആ നമ്പർ നോക്കിയിട്ടാണ് നമ്മൾ എന്തെങ്കിലും വല്ല മഴ പെയ്യുമ്പോഴാ വല്ല ലൈൻ പൊട്ടുമ്പോഴാ ആ പൊട്ടി വീണ് കഴിഞ്ഞാൽ അവർ ഉടനടി ചോദിക്കും നിങ്ങൾ ആ പോസ്റ്റിന്റെ നമ്പർ എന്ന് പറയട്ടാ. അപ്പൊ നമുക്ക് ആ പോസ്റ്റിന്റെ നമ്പർ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഇതൊക്കെ ഞാൻ പറയാം. നമ്മുടെ വീടിന്റെ അവിടെ ഇലക്ഷന് മുമ്പ് ഒരു ലൈറ്റ് ഒരു ഏരിയയിൽ ലൈറ്റ് കത്തണില്ല. അപ്പോൾ ആ നമ്പർ പ്രകാരം KSEB വിളിച്ചു പറഞ്ഞ് നമ്പർ വിളിച്ചു പറഞ്ഞ് റെഡിയാക്കി. KSEB ഇലക്ഷൻ ആയപ്പോ പ്രമുഖ വലിയ പാർട്ടിക്കാർ അവരുടെ പോസ്റ്റർ അടി മുതൽ മോള് വരെ ഫുള്ളൊട്ടിച്ചു. KSEB തപ്പിയിട്ട് പോസ്റ്റ് കാണാനില്ല. കുറെ
ഈ വിളിച്ച് പറഞ്ഞ ആളെ വിളിച്ച് കണ്ടെത്തിയിട്ടാണ് ഈ പോസ്റ്റ് കാണിച്ചിറങ്ങുന്നത്. ഫുള്ള് പോസ്റ്റിനാണ്, അടി മുതല് നമ്പർ ഇല്ലാതെ ഫുള്ള് ഒട്ടിച്ചേക്കുന്നത്. ഇതൊക്കെ തെണ്ടിത്തരല്ലേ? അത് തെണ്ടിത്തരം മാത്രം ഭയങ്കര വൃത്തിയേടാ. നമ്മള് കണ്ടത് എന്താണ് മെയിൻ ആയിട്ട് കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അപകടം പറ്റുമ്പോ ഈ പോസ്റ്റ് പറഞ്ഞില്ലെങ്കിൽ അവർക്കറിയില്ല. അവരിപ്പോ എല്ലാ പോസ്റ്റിന്റെ മുകളിൽ നമ്പർ ഇട്ടുണ്ട്. 31/2, 33/4. അല്ല, നാട് നന്നാക്കുന്ന ആൾക്കാരെന്നെ ഇതൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ എന്ത് പറയാനോ? ഇപ്പൊ ഗവൺമെന്റിന്റെ ഒരു പരസ്യം തന്നെ നമ്മൾ കണ്ടത്, ആശാ വർക്കർക്കാണ് ശമ്പളം കൂട്ടിയത് അല്ലേ എന്ന് പറഞ്ഞ വലിയ അത്രയും വലിയ ഫ്ലെക്സ് ആ ബോർഡ് വെക്കാൻ അതിനേക്കാൾ കൂടുതൽ പൈസയാണ്. ആ പൈസയിലേക്ക് ആശാമാർക്ക് കൂട്ടി ശമ്പളം കൂട്ടി കൊടുക്കാം. അങ്ങനെ എത്ര സ്ഥലത്ത് വെച്ചിട്ടുണ്ട്. നമ്മളിത് ഇപ്പൊ തൃശ്ശൂര് കാണാൻ നല്ല ഭംഗിയല്ലേ? ആ വരുമ്പോ ഇത് അവിടെ ഒക്കെ നോക്കി സിനിമയുടെ പോസ്റ്റർ ഇങ്ങനെ ഒട്ടിച്ചൊക്കെ. അല്ല, അതിപ്പോ ഇലക്ഷൻ വരുമ്പോഴേ ഈ കടകളുടെ ക്ലിനിക്കുകൾ എല്ലാരും ഉണ്ട്. ജോലിക്ക് കുടുംബത്തില് പറയില്ലേ എന്താണ്, ഹൗസ് മെയ്ഡിനെ പിന്നെ പരസ്യങ്ങൾ വരെ ഉണ്ട്. വേണമെങ്കിൽ 2 കൊല്ലത്തെ പരസ്യം അവിടെ നമുക്ക് കാണാം ഈ സമയത്ത് അമ്പലം ഉത്സവകാലത്ത്. ആനയുടെ 10 ആനയുടെ വലിപ്പത്തിലാണ് ഒരു ആനയുടെ ഫ്ലക്സ് അടിച്ചു വെച്ചത്. അത് ഒരു നിയന്ത്രണവും ഇല്ലാണ്ട് ഇപ്പൊ ഓരോ ദേശക്കാരും ഓരോന്ന് വെക്കുകയാണ്. ഞങ്ങളുടെ ദേശക്കാര് ഈ ആനേനെ കൊണ്ടുവരുന്നു, ഞങ്ങൾ വേറൊരു ദേശക്കാര് ആ ആനേനെ കൊണ്ടുവരുന്നു. പിന്നെ കൊട്ട് പാഞ്ചാരിമേള, പാഞ്ചാരിമേള ചിങ്കാരിമേള തന്നെ. ഒരു നിയന്ത്രണവും അതുകൊണ്ട് തന്നെ പെൺകുട്ടികളുണ്ട് ഇപ്പൊ, അവരുടെ ഫോട്ടോ വലിയതായിട്ട് ഞങ്ങളുടെ അടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാത്തിനും ഇപ്പൊ ഫ്ലെക്സ് ഇല്ലാത്ത പരിപാടി ഇല്ല. പിന്നെ ഇപ്പൊ ഇലക്ഷൻ കഴിഞ്ഞു, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഇലക്ഷൻ കഴിഞ്ഞു. ഇലക്ഷൻ കഴിഞ്ഞ റിസൾട്ട് വന്നു, എല്ലാവരും അധികാരത്തിലേറി. ഇപ്പോഴും അതിന്റെ പോസ്റ്റർ ഇപ്പോഴും കാണാം, ഓരോ ഭാഗത്തും കാണാം. ഇപ്പോഴും അവിടെ ഉണ്ട്. മിക്ക വെയിറ്റിംഗ് ഷെഡിൽ അതാ ഉണ്ടാവാ. അത് മാറ്റണം എന്നുള്ളത് നിയമമുണ്ട്. ഓൾറെഡി ഇലക്ഷൻ ഇത്ര മണിക്കൂറിനുള്ളിൽ ചെയ്യണം നല്ലത്. ഒരാൾക്ക് ഇത്ര അത് ചെയ്യാൻ പറ്റുള്ളൂന്നുണ്ട്, പക്ഷെ അവര് മാറ്റുന്നില്ല. പിന്നെ ഒന്നും ചെയ്യില്ല. എന്താ പറയാ, ഫൈൻ കിട്ടില്ല അവർക്ക്. ഫൈൻ അടിച്ചാലും അടയ്ക്കാൻ തയ്യാറാണെന്നുള്ളൊരു ധാർഷ്ട്യം. അതന്നെ എത്ര പഴകിയാലും. അതെന്താന്നറിയോ, നിസ്സാര ഇത് പറയാനേ നാമമാത്രമായിട്ടുള്ള ഫൈൻ എന്നൊക്കെ പറയുന്നത് അത്രേ ഉണ്ടാവുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഒരു സ്ക്വയർ ഫീറ്റിന് ഈ ടിവിയിലെ പരസ്യത്തിന് നമ്മ താരിഫ് ഈടാക്കണ പോലെ ഒരു സ്ക്വയർ ഫീറ്റിന് അത്രയും കാശ്, 1000 രൂപ അല്ലെങ്കിൽ ഒരു 5000 രൂപയാ ചാർജ് വേണം. ഇവിടെ വെക്കണതിന് ഒരു സ്ക്വയർ ഫീറ്റിന് 1500 അല്ലെങ്കിൽ 5000 രൂപ. എത്ര ദിവസം അത്രയും ദിവസത്തെ പൈസ. അങ്ങനെ വെക്കുകയാണെങ്കിൽ ഒരു നിയന്ത്രണം തരും. അത് കഴിഞ്ഞിട്ട് അത് എടുത്ത് പോയിച്ച് നേരെ ഡബിൾ ആക്കണത്. അതെ ആ സമയം കഴിഞ്ഞിട്ട് അപ്പൊ എന്തായാലും ചാർജ് കൊടുക്കാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാല് കൊറേയൊക്കെ വ്യത്യാസം വരും. എടുക്കണില്ലല്ലോ, നമ്മൾ കണ്ടില്ലേ വരുമ്പോ എത്ര പഴയത്. അതിന്റെ മോളിൽ തന്നെ കൊണ്ടുവന്നിട്ട് മോളിൽ തന്നെ ഒട്ടിച്ചു വെക്കുമ്പോ എന്തൊരു വൃത്തിയാടാ അത്. പിന്നെ നിങ്ങൾ കണ്ടില്ലേ ഈ ഇലക്ഷൻ ടൈമിലൊക്കെ ഇങ്ങനെ മരങ്ങളെ മുഴുവൻ വരിഞ്ഞ് കെട്ടി പോസ്റ്ററും ഇതൊക്കെ തോരണങ്ങള്. ഇപ്പൊ നമ്മള് വരുന്ന വഴിക്കും കണ്ടായിരുന്നു കൊറേ ഭാഗത്ത് തോരണങ്ങൾ തൂക്കിയിട്ടേക്കുന്നത്. തൃശ്ശൂർ തന്നെ ഈ ഒരു വലിയ പാർട്ടിക്കാരുടെ പരിപാടിക്ക് തോരണം കെട്ടിയിട്ട് ഒരു ലേഡി വീണിട്ടുണ്ട്. കേസ് പക്ഷെ അതൊക്കെ അവര് ഒതുക്കിണ്ടാവും. അതായത് വലിയ പാർട്ടിക്കാരാകുമ്പോ അവരുടെ ഫണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആരെന്ത് പറഞ്ഞാലും ഉദ്യോഗസ്ഥന് വരെ മേടിക്കാനുള്ള പൈസ അവരുടെ കയ്യിലുണ്ടാവും. അങ്ങനെ പാടില്ല. എല്ലാവർക്കും ഒരേ നിയമം വരണം, എല്ലാവർക്കും ഒരേ ഇത് വരണം. അത് ആരായാലും, സാധാരണക്കാരനായാലും പാവപ്പെട്ടവനായാലും പണക്കാരനായാലും എല്ലാവർക്കും ഒരേ റൂള്. എന്റെ പഞ്ചായത്തില് പറഞ്ഞത്, അതായത് ഫ്ലക്സ് വെക്കണത് ഒരു പ്രൈവറ്റ് വ്യക്തിയുടെ മതിലുമ ചാരി വെക്കണേ കുഴപ്പമില്ല, പോസ്റ്റുമലോ അല്ലെങ്കിൽ റോഡിലേക്ക് ആയി കഴിഞ്ഞാൽ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞത് വിളിച്ച് എല്ലാവരും പറഞ്ഞു. എല്ലാ സ്ഥാനാർത്ഥികളെയും പാർട്ടിക്കാരനെയൊക്കെ വിളിച്ചു പറഞ്ഞു. സാധാരണപ്പെട്ട ചെറിയ പാർട്ടിക്കാരൊക്കെ എടുത്ത് മാറ്റി. വലിയ ആൾക്കാരൊന്നും മൈൻഡ് വെക്കണില്ല, അവര് അതിനേക്കാളും വലിയ ഫ്ലക്സ്. അതെ, അത് പണ്ട് പറയില്ലേ, നിയമം ചിലന്തി വിലയാണ്, കുഞ്ഞു പ്രാണിയായാലും കൊടുങ്ങും, വലിയ ജീവിയോ അത് പൊട്ടിച്ചു പോകും. അതാണ് നമ്മുടെ നാട്ടിൽ അതങ്ങനെ വരുള്ളൂ. പിന്നെ നമ്മുടെ ഈ മരത്തുമ്മലെ ഇത് കൂടി പറയാം. അതെന്നെ പറഞ്ഞപ്പോ ഈ ചലന്തി വേലയുടെ കേസ് പറഞ്ഞപ്പോ ക്യാമറ വെച്ചിട്ടില്ലേ, ക്യാമറ വെച്ചാൽ ഇപ്പൊ എന്നിട്ട് VIP തന്നെ എടുക്കണില്ല, അല്ല സാധാരണക്കാരും മാത്രമേ പെടുന്നുള്ളൂ. അതങ്ങനെ VIP അത് VIP ആണ്, അത് സ്പെഷ്യൽ ക്യാമറയാ, അതിൽ പെടൂല. അവർക്കറിയാം അത് VIP ആന്നുള്ളത്. ക്യാമറയ്ക്ക് അടിക്കാണ്ടല്ലേ അവര് ഫൈൻ ഈടാക്കണില്ല. സാധാരണക്കാരെ കഷ്ടപ്പെട്ട് എല്ലാവർക്കും അടിക്കണ്ടേ. പിന്നെ ആളുടെ വണ്ടിയാണെന്ന് കാണുമ്പോ അവര് അത് കണ്ണടക്കും, പ്രോസസ് ചെയ്യൂല, കണ്ണടച്ച് വെക്കും, അത്രേ ഉള്ളൂ. ബോർഡില്ലേ ഇങ്ങനെ ചതുരൻ ബോർഡുകള് മരത്തിൽ ആണി അടിച്ച് തൂക്കിയിട്ടാണ്. ഇപ്പൊ ഇന്നാള് ഞാൻ ഒരിക്കൽ ഒരു സ്ഥലത്ത് കണ്ടതാട്ടോ, മൂലക്കുരു ഓപ്പറേഷൻ കൂടാതെ ഭേദമാക്കാൻ ആണി അടിച്ച് ഭദ്രാക്കി തൂക്കിയിട്ടിട്ടുണ്ട്. അത് ആണി ഒരു സിഗ്നൽ ആകാൻ വേണമെങ്കിൽ
ചരിത്രപരമായിട്ടുള്ള പ്രാധാന്യമുള്ള ചില സ്ഥലങ്ങളുണ്ടല്ലോ, അവിടെ ഈ പെയിന്റ് വെച്ച് പരസ്യങ്ങൾ വരച്ചു വെക്കണം. എന്തൊരു കഷ്ടമല്ലേ? വളരെ മോശമാണ്. എന്തായാലും എല്ലാ ജനങ്ങൾക്കും ഈ സാധനം ആവശ്യമുണ്ട് ഇല്ലേ? നമ്മളിത് ഈ കടയിൽ നിന്ന് അല്ലെങ്കിൽ വേറെ കടയിൽ നിന്ന് നമുക്ക് വാങ്ങിയേ പറ്റും. അല്ല, നമ്മളിപ്പോ ഈ ഇലക്ഷന്റെ ഇത് പറഞ്ഞല്ലോ, പോസ്റ്റർ കണ്ടിട്ട് ഇതാവണം. ഈ പോസ്റ്റർ കണ്ടുകൊണ്ടാണ് ആൾക്കാർ വോട്ട് ചെയ്യാൻ പോകുന്നത്. അല്ല അല്ല, ആൾക്കാരുടെ എല്ലാവരുടെ മനസ്സിൽ ഒരാളുണ്ടാവും. അതിനിപ്പോ ഇത്രയും വലിയ ഫ്ലക്സ്, ഇതിപ്പോ ഒരു പാർട്ടിക്കാർ ഒരു 6-4 ഫ്രെയിം വെച്ച് കഴിഞ്ഞാൽ മറ്റോ 10-20 ഫ്രെയിമാ. ഇതൊക്കെ എന്തിനാണ്? അതൊരു മത്സരമാണ് ഇതിപ്പം. മാണിക്യം കാണിക്കാൻ. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഈ ജയിച്ച് നാട്ടുകാരെ സേവിക്കാനാണെന്നുള്ള പറയണത്. നമുക്കറിയാം ഇത്രയും വലിയ അതില്ല, നല്ല റോഡൊക്കെ പണിത് വെക്കും. അടുത്തത് കുഴിക്കലാ. കുഴിക്കല്. റോഡ് കഴിഞ്ഞ് കഴിയുമ്പോഴാണ് കുഴിക്കാൻ വരാ ആൾക്കാര്. റോഡ് പണി കഴിഞ്ഞാൽ കഴിഞ്ഞാൽ കുഴി തുടങ്ങും. ഇപ്പൊ ഈ റബ്ബറൈസ് പിന്നെ കുറച്ച് കുറഞ്ഞു. 2 വശം വൃത്തിയേടാക്കുന്നത്. ഇപ്പൊ ഇന്ന ആളുടെ പൈപ്പ് ലൈൻ എന്ന് പറഞ്ഞിട്ട് ആ പൈപ്പ് ലൈൻ റോഡ് പണിത് അടിപൊളിയാക്കി 2 സൈഡും കോൺക്രീറ്റ് ഇട്ട സാധനം, ആ കോൺക്രീറ്റ് ഒക്കെ പൊളിച്ചു ഈ പൈപ്പ് ഇട്ടു. എന്നിട്ട് അതാരാ വീണ്ടും പഞ്ചായത്ത് ചെയ്യണമെന്നത് പണി. അത് പിന്നെ മെയിൻ സംഭവം എന്താ പറയുക, അത് ചെയ്യണില്ല. അതായത് ഈ റോഡ് മിക്ക പഞ്ചായത്തുകളിലും വാർഡുകളിലും റോഡ് ഏറ്റവും കൂടുതൽ റോഡ് പണി ചെയ്യുക ആ ഒരു ഭരണസമിതി അവസാനിക്കാറാവല്ലോ. ആ സമയത്ത് കുറച്ച് അവരുടെ ഇതിൽ കുറച്ച് ഫണ്ട് ഉണ്ടാവും. അത് തീർക്കണം. തീർക്കാൻ വേണ്ടി ചെയ്യുന്ന പണിയാണ്. അതെ, അത് ശരിയാണ്. തട്ടിക്കൂട്ടിട്ട് ആറ് ചെയ്യുക, പിന്നെ അലക്ക, അത് ചെയ്യുമ്പോ വീണ്ടും കുഴി പൊളിക്കുക. അപ്പൊ ആ ഫണ്ട് കിട്ടില്ലോ. അപ്പൊ ഒരു പിടിക്ക് 2 കൃഷി. എന്റെ അവിടെ ഒരു അംഗൻവാടി പണിതിട്ടുണ്ട്. ഒരു MLA ഫണ്ട് ഉപയോഗിച്ചിട്ട് 18 ലക്ഷം രൂപ ചിലവാക്കി പണിത അംഗൻവാടിയാണ്. അതായത് ഒരു മറക്കാരെ സൗജന്യമായി കൊടുത്ത ഭൂമിയിലെ അംഗൻവാടി പണിതു. നിങ്ങൾ ഓർക്കണം, 3 സെന്റില് 18 ലക്ഷം രൂപ അംഗൻവാടി. അത് പണിയൊക്കെ കഴിഞ്ഞു. വലിയ ആർഭാടമായിട്ടുള്ള ഫ്ലക്സുകളും തോരണങ്ങളും ഒക്കെ കിട്ടി ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞു. ഇപ്പോഴും അത് പ്രവർത്തിച്ചിട്ടില്ല. അപ്പോ അത് അന്വേഷിച്ച് പിടിച്ചു പോന്ന് പറഞ്ഞപ്പോ അതിന്റെ ഫ്രണ്ടിൽ ഒരു കിണറുണ്ട്. ആ കിണറിന്റെ മുകളിൽ ഓൾറെഡി ഗ്രില്ലുണ്ട്. പക്ഷെ അതാരോ അത് ഇത് വെച്ചു, അതായത് അത് സേഫ് അല്ല, കുട്ടികൾക്ക് അപകടം സംഭവിക്കാന്ന് ഇത് വെച്ച കാരണം ഇനിയിപ്പോ അതിന് വേറെ ഫണ്ട് വെക്കാൻ പോകണം. ആലോചിക്കുക. അല്ല അത് പഴകിയിട്ടുണ്ടാവും. പക്ഷെ പകുതി വാർത്തടച്ചിടാലോ, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് ഗ്രില്ലല്ലേ വേണ്ടു അവർക്ക്. അല്ല, പൈസ കിട്ടാനായിട്ട് വാങ്ങാനായിട്ട് ഒരു കാരണം നോക്കി നടക്കുന്നതാ. ഇതിന്റെ ഫണ്ട് വരുന്നത് അത് മാത്രല്ല, ഇപ്പൊ 100 സ്ക്വയർ ഫീറ്റ് ബസ് സ്റ്റോപ്പ് പണിയാൻ എത്ര ലക്ഷം? ഞങ്ങളുടെ അവിടെ 20 ലക്ഷമായി. ഒരു വീട് 400 സ്ക്വയർ ഫീറ്റ് പഞ്ചായത്തിൽ നിന്ന് വീട് ഓർക്കണേന് ആകെ 2 ലക്ഷം കൊടുക്കുള്ളൂ. അത് നിങ്ങൾ MLA-മാരുടെ വീട് റിപ്പയർ ചെയ്യാൻ ലക്ഷങ്ങൾ ഓരോ ഭരണമാർ പറഞ്ഞിട്ടില്ലേ? കണ്ണട മേടിക്കാൻ പോയതിന്റെ കാശൊക്കെ കേട്ടിട്ടുണ്ട്. നമുക്ക് ചിരിക്കാം, അത്രേ ഉള്ളൂ. എല്ലാരും ആവർത്തിക്കുന്ന ഒരേ കാര്യം തന്നെയാണ്. ഗൾഫിലൊക്കെ പോയവർക്ക് അറിയാൻ പറ്റും. അവിടെ ഒരു റോഡ് പണിയുന്നുണ്ടെങ്കിൽ ഒരു 100 വർഷം മുന്നോട്ട് കണ്ടിട്ടാണ് അവർ ആ റോഡ് പണിയും. ആ റോഡിന്റെ അടിയിൽ കൂടെ എത്ര പൈപ്പ് ലൈൻ പോകണം, എന്തൊക്കെ കേബിളുകൾ, ഇതൊക്കെ മുൻകൂട്ടി കണ്ടിട്ടാണ് അവർ റോഡ് പണിയണത്. ഇവിടെ അങ്ങനെ വല്ലതും ഉണ്ടാ? ഇവിടെ റോഡ് പണിയണോ? ഓടി ചെന്ന് റോഡ് പണിയാ, പിന്നെ പൊളിക്കണോ? പൊളിക്കുക. കേബിൾ ഇടണോ? എന്നാ വീണ്ടും നേരത്തെ പറഞ്ഞത് വട്ടം പൊളിക്കുക. അതായത് അവസാനത്തെ ഫണ്ട് വല്ലതും ഉണ്ടെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് റോഡ് പണിയാ, തട്ടുകൂട്ടി പണി ചെയ്യാ. യാതൊരു ദീർഘവീക്ഷണവും ഇല്ലാത്ത ഉദ്യോഗസ്ഥരും ഈ PSC വഴി കയറുന്നവർക്കും എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉള്ളവരാണ്. ഇനി അത് മാത്രല്ല, അല്ല, നല്ലവരുണ്ടെങ്കിലേ ഇപ്പൊ നമുക്കറിയാലോ, ശ്രീധരൻ സാറിനെ പോലെ. ഞാൻ പക്ഷം പറയാന്നല്ല കേട്ടോ, വെറുതെ പറഞ്ഞു. പക്ഷെ ചെയ്യാനും പറ്റില്ല, അവരുടെ കയ്യും കാലും കെട്ടി. അത് മാത്രല്ല, നല്ല എഞ്ചിനീയർമാരൊക്കെ ഉണ്ട്, പക്ഷെ അവർക്ക് ചെയ്യാൻ പറ്റൂല. അതാണ് മഴ വരുമ്പോഴേക്ക് കറണ്ട് പോണത്. ഓടയില് വെള്ളം പോവാണ്ട് നിക്കണേ, ഉള്ള മാർബിളൊക്കെയാണ് ഓടയിൽ കൊണ്ടുവരുന്നത്. പിന്നെ എങ്ങനെയാണ് അത് ഒഴുകുക? ഒരു മഴ വരുമ്പോഴേക്കും വെള്ളം പിന്നെ കറണ്ട് വരുന്നത് ഞാൻ മഴ കഴിയണം. ഇങ്ങനെ കേബിൾ ഇട്ട് അങ്ങനെ കറണ്ട് പോകാണ്ടിരിക്കുന്നത് നല്ല ഭംഗിയല്ലേ കാണാനല്ലേ? കേബിളൊക്കെ അടിപൊളി ആവുള്ളൂ. ചെലന്തി വലയാ, ചെലന്തി വല. നമ്മുടെ ഇവിടെ ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ റോഡ് ഫുള്ളും. അവിടെ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ തന്നെ റോഡ് കുത്തിപ്പൊളിക്കാണ്ട് അത് സംവിധാനമുണ്ട്. ഇവിടുത്തെ കനാൽ സിസ്റ്റം, ഈ റോഡ് സിസ്റ്റം പണ്ട് ശക്തൻ തമ്പുരാന്റെ കാലത്തുള്ള കാര്യം പറയണേ. അത്രയും പെർഫെക്റ്റ് ആയിട്ട് ചെയ്തേക്കുന്ന ഒരാള് നമ്മുടെ നാട് അത്ര നാട് മുമ്പ് അത്ര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ കാലം പുരോഗമിച്ച് എല്ലാ സൗകര്യം ആയി കഴിഞ്ഞപ്പോ നമ്മൾ ചെയ്യുന്നില്ല. അല്ല, ആരും ശ്രദ്ധിക്കുന്നില്ല. ഇവിടെ ഇപ്പം ഭരണാധികാരികളൊന്നും അല്ല ഈ ഗ്രൗണ്ട് നശിപ്പിക്കുന്നത്, ഇവിടുത്തെ ആൾക്കാർ തന്നെയാണ്. ഐസ്ക്രീം കഴിച്ച ഓരോ പാത്രങ്ങളും എല്ലാം ഇവിടെ കിട്ടിയേക്കുവാണ്. പക്ഷെ സ്ട്രിക്റ്റ് ആവണില്ല. അവിടെ നോക്കണം. നമ്മളൊരു സാധനം നമ്മൾ കഴിച്ചത് കളയുന്നുണ്ടെങ്കിൽ അതവിടെ നോക്കാനും അത് മാറ്റിക്കാനും അവിടെ ഒരാളുണ്ടെങ്കിൽ
നമ്മൾ ഒരിക്കലും അങ്ങനെ ഇടില്ല, അല്ല, എല്ലാം അവിടെ നോക്കുന്നില്ല. പക്ഷേ സിസ്റ്റത്തിനെയും പറയാൻ അതെ. ചെയ്യണം. അതന്നെ പറഞ്ഞ ഒരാളെ നിർത്തുകയും വേണം നോക്കാനായിട്ട്. ഇപ്പൊ ഗൾഫിലൊക്കെ മൂത്രമൊഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ട് മൂത്രം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ പിടിച്ചുകൊണ്ടുപോകത്തില്ലേ? അവിടെ ക്യാമറയൊക്കെ ഉണ്ട്. ഇവിടെ എങ്ങനെ? ഇവിടെ എങ്ങനെയാണ്? പിന്നെ ഒരു കാര്യമുണ്ട്, ജനസംഖ്യ ഭയങ്കര ജനസംഖ്യയുള്ള രാജ്യമാണ്, നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. അല്ല, ജനസംഖ്യ ഓരോ ജനങ്ങളും ശ്രദ്ധിക്കണ്ടേ? ഉള്ള രാജ്യത്ത് തന്നെയല്ലേ നമ്മുടെ വീട് നമ്മ വൃത്തിയാക്കി ഇടുന്നില്ലേ? നമ്മുടെ വീട് നമ്മൾ വൃത്തിയാക്കും. നമ്മളെ വീട് തന്നെയല്ലേ ഇത്, നമ്മളെ വീട് പോലെ തന്നെയല്ലേ നമ്മുടെ നാടും.